സംസ്ഥാന സർക്കാർ 9 വർഷമായിട്ട് 10 വർഷത്തോളമായിട്ട് ഭരിക്കുന്ന ഈ പിണറായി വിജയൻ ഗവൺമെന്റ് LDF ഗവൺമെന്റ് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് കൂടിയല്ലോ പറയുന്നത്. അത് ഞങ്ങളുടെ നയമായിരുന്നല്ലോ, അത് അദ്ദേഹം പറഞ്ഞല്ലോ. ഇടതുപക്ഷത്തിൻ്റെ നയമാണ് ഈ സ്വകാര്യ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് റെക്കഗ്നീഷൻ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് റെക്കഗ്നീഷൻ കൊടുക്കാതെ അവരുടെ നയമാണ്. പക്ഷേ ഞങ്ങളുടെ നയം അതല്ല. സമുദായ സംഘടനകൾക്കൊക്കെ വാരിക്കോരി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചു. ഏതാണ് അദ്ദേഹത്തിൻ്റെ വാദം? പറഞ്ഞാൽ മനസ്സിലായില്ല. ഞങ്ങളത് പറഞ്ഞിട്ടേ ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ചതിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ നയത്തിൻ്റെ അകത്ത് നിന്നു, ആ നയം ഞങ്ങൾ നടപ്പിലാക്കി. ഇപ്പോഴും അവിടെ ഞാനൊരു കാര്യം പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്വകാര്യ മേഖലയിലെ സംവരണത്തെ സംബന്ധിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണത്. ഗൗരവത്തിൽ ആലോചിക്കണം. CPMൻ്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചതുമാണ്. സ്വകാര്യ മേഖലയിൽ കാശ് വാങ്ങുക, നിയമിക്കുക, കാശ് കീശയിലിടുക എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക്. ആ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ മെറിറ്റുമില്ല, സംവരണവുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ സംവരണത്തിൻ്റെ പ്രശ്നത്തിലും പ്രവേശനത്തിൻ്റെ പ്രശ്നത്തിലും ഗൗരവമായ ചർച്ച ആരംഭിക്കണം. സമുദായ സംഘടനകളെ തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്. ഞാനൊരിക്കൽ വെള്ളാപ്പള്ളിയായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് അതിനോട് വിയോജിപ്പില്ല. MESൻ്റെ ഡോക്ടർ ഗഫൂറുമായിട്ട് ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ചർച്ച ചെയ്യുന്നു, അദ്ദേഹത്തിന് വിയോജിപ്പില്ല. വിയോജിപ്പുണ്ടാകുക സ്വാഭാവികമായും NSSൻ്റെ നേതൃത്വത്തിനാണ്. അത് ഇപ്പോൾ എതിർക്കേണ്ടതില്ല. കാരണം ക്രിമി ലെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നു, നിയമം വന്നു. മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് 10% സംവരണം. അതെന്ന് പറഞ്ഞാൽ പട്ടികവർഗത്തിനുള്ളതുപോലെ തന്നെ സംവരണം അപ്രകാശനം ഇപ്പോൾ ഉണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നയം നടപ്പിലാക്കിയാൽ മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്കായിരിക്കും കിട്ടുക. അപ്പോൾ അത് മനസ്സിലാക്കി NSSൻ്റെ നേതൃത്വം ഒരു പുനർചിന്തനത്തിന് തയ്യാറാകണം. ഏതെങ്കിലും അടിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പൊതു കോൺസെൻസസ് ഇതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ള അഭിപ്രായം ഞാൻ ആദ്യം പറഞ്ഞതാണ്. രണ്ടാമത്, കെട്ടിക്കിടക്കുന്ന ഭൂമികളുണ്ട്. ഈ ബ്രിട്ടീഷ് സാഹിബിൻ്റെ ചെരുപ്പ് നക്കികളുടെ കയ്യിൽ ഇപ്പോഴും ഭൂമിയുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണല്ലോ നമ്മൾ ശബരിമലയ്ക്ക് വേണ്ടി എടുത്ത ഭൂമി. സുപ്രീം കോടതി പാടില്ല എന്ന് പറഞ്ഞല്ലോ, സ്റ്റേ ചെയ്തല്ലോ. ഈ രൂപത്തിൽ മിച്ചഭൂമി ഈ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു നല്ല ഇടപെടൽ ശക്തമായി എടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വികസിക്കുമെന്ന് മാത്രമല്ല, ഇതൊക്കെ LDFും അതുപോലെ തന്നെ CPMൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങളിലുള്ള കാര്യമാണ്. അതിന് നല്ല മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു നിലപാട് LDF എടുക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, കോൺസെൻസസ് ഉണ്ടാക്കണം. നിങ്ങളിപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ AK ബാലൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വായിന്ന് വരുന്നതാണ്. നിങ്ങൾ പ്രത്യേകിച്ചു സംവരണം അടിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സംവരണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി ഞങ്ങളുടെ ഒരു നയമുണ്ട്. ആ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത്തരം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തി ഒരു കോൺസെൻസസിലെത്തിയാൽ ചില ആശങ്കയുണ്ട്. ആശങ്ക മാറ്റാൻ പറ്റും. കാരണം ഇന്ന് ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ആകെ ആശങ്ക ഉണ്ടാകുന്നത് പിന്നോക്കക്കാർക്കല്ല, പട്ടികവർഗക്കാർക്കുമല്ല, മുന്നോക്ക കമ്മ്യൂണിറ്റിക്കാണ്. മുന്നോക്ക കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ 10% സംവരണം ഉണ്ട്. പട്ടികവർഗക്കാർക്കുള്ളത് പോലെ തന്നെ ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവരായിരിക്കും. അപ്പോൾ NSSൻ്റെ നേതൃത്വം ഒന്ന് കനിഞ്ഞ് ഒരു പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. പിന്നെ വീണ്ടും ഞാൻ പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. BJP പറയുന്നത് അവർ ഇത്തവണ അക്കൗണ്ട് തുറക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിച്ചത് കൊണ്ട്. പക്ഷേ മേയർ സ്ഥാനാർത്ഥിയായി പറ്റിച്ചു എന്ന് ശ്രീലേഖ പറയുകയും ചെയ്തു. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ ഒരു 2%, 3% വോട്ട് BJPക്ക് വർദ്ധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ എന്താ നിങ്ങൾ കണ്ടത്? ശതമാനം കുറയല്ലേ ചെയ്തത്, വർദ്ധിച്ചിട്ടില്ലല്ലോ. എന്നാൽ വേറൊരു പ്രതിഭാസമുണ്ട്, അത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതാണ്. ഈ 50 സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടിയതിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 41 എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ്
മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ്. ഒരു പഞ്ചായത്തിലാണെങ്കിൽ ഹോൾസെയിലായി BJP വിഴുങ്ങി ഇവരെ. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹാമാക്കും. അതുകൂടി നമ്മുടെ കേരളം, മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക, അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അപ്പോൾ ഒരു മാറാടും 2ാം മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്, അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. വെള്ളാപ്പള്ളിയും ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമി, ലീഗ്, ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന് പറഞ്ഞ് ആളുകളെ ഇത്തരത്തിൽ ഇതാക്കുന്ന എന്തിനാണ്? അതിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഇപ്പോൾ ഈ മാറാട് പോലെ 1ാം മാറാടും 2ാം മാറാടും നോക്കി നിന്നു. ഇവർ തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് നോക്കി നിന്നു. അതിനെ ശരീരം കൊടുത്തുകൊണ്ട്, ജീവൻ ബലി കൊടുത്തുകൊണ്ട് നേരിട്ട പ്രസ്ഥാനമാണ് എൻ്റെ പ്രസ്ഥാനം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമൂഹത്തെ 2 ചേരിയിലാക്കുന്നതിൽ, വർഗീയ കലാപത്തിൻ്റെ കുരുതിക്കളമാക്കി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിനോട് യോജിപ്പില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ് കേക്ക് ഇല്ല, അതൊന്നും അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. പാലക്കാട് ജില്ലയിൽ തന്നെ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ ഘട്ടമുണ്ടായി. അത് ഇവിടെ 2 വർഗീയ പ്രസ്ഥാനങ്ങളും, 2 വെച്ചാൽ RSSും ജമാഅത്തെയും. ഇവിടെ മുസ്ലിം വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളിക്കത്തിച്ചു വികാരം. എപ്പോഴാണെന്നറിയോ? 2 സംഭവം ഇവിടെ ഉണ്ടായി. ആ സംഭവം മണത്തറിഞ്ഞു ഗവൺമെൻറ്. 2 ഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിനും കലാപത്തിനും അവർ ആഗ്രഹിച്ചു. ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതൊന്നും ഞാനിവിടെ എടുത്തു പറയുന്നില്ല. വേണ്ട, എല്ലാവർക്കും അറിയാം ഏതായിരുന്നു അവസാനം നടന്നതെന്നുള്ളത് അറിയാലോ. കേരളത്തിൽ നടക്കാൻ പറ്റാത്തത് പാലക്കാട് ജില്ലയിൽ നടന്നു. 3 സംഭവമാണ് നടന്നത്. ആ സമയത്തൊന്നും തന്നെ കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം, കേരളത്തിൻ്റെ പോലീസ് ശക്തമായി അതിനെ മണത്തറഞ്ഞു ഇല്ലാതാക്കി. അതുകൊണ്ട് ഒരു രൂപത്തിലും വർഗീയ കലാപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷമോ CPIMമോ അവസരമുണ്ടാക്കില്ല. ശക്തമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. നീർവേലിയിലെ സഖാവ് കുഞ്ഞിരാമൻ കൊലപ്പെടുത്തിയത് സഖാവിന് അറിയുമെന്ന് അറിയില്ല. അറിയോ? ആ മീഡിയക്ക് മനസ്സിലാവില്ല. അന്ന് ആരായിരുന്നു രംഗത്ത് വന്നത്? വസൂരി പിടിച്ച് കിടക്കുകയാണ് പിണറായി. ഞാനന്ന് തലശ്ശേരി ഭരണം കോളേജിലെ വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്കന്നത് ഓർക്കാനേ പറ്റില്ല. ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കാനം വരും. കുളിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അതാ പിണറായി. ഈ കേരളത്തിലെ മതന്യൂനപക്ഷത്തിൻ്റെ മനസ്സിലുള്ള പിണറായിയെ സംബന്ധിച്ച പ്രതിബിംബം വെറുതെ രൂപം കൊള്ളുന്നതല്ല.